ഹലോ എവരിവൺ. നിങ്ങൾ ഒരു കാര്യം നേടണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. പൗലോ കെയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ പ്രശസ്തമായ വരികളാണ്. എന്താണ് ഈ വരികളുടെ സാധ്യത? നമ്മളൊരു കാര്യം നേടണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് വാതിലുകൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുമ്പിലേക്ക് തുറക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? നമ്മുടെ പൗലോ കെയ്ലോ പറഞ്ഞതുപോലെ തന്നെ പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന്റെ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞത്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എനർജി കൊണ്ടാണ്. നമ്മളുടെ തോട്ട്സ് ആയാലും ഇമോഷൻസ് ആയാലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള എനർജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു എനർജിയാണ്. നമ്മൾ ഒരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എനർജി ഈ യൂണിവേഴ്സിലേക്കാണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഇന്റൻഷനും നമ്മളുടെ ഡിസയറുമായിട്ട് മാച്ച് ചെയ്ത് പോകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എനർജി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മളൊരു കാര്യം നേടണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ആ പരിശ്രമത്തിനാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഇനി എങ്ങനെ നമുക്ക് ഈ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ യൂണിവേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ, ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഒരിക്കലും ഈ യൂണിവേഴ്സിൽ നിന്ന് വേറിട്ട ഒരു ഘടകമല്ല, അല്ലെ? നമ്മൾ ഈ യൂണിവേഴ്സിൽ ജീവിക്കുമ്പോൾ നമ്മളും ഇതിന്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സിന് നമ്മളുടെ മേൽ സ്വാധീനം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സ് സഹായിക്കണമെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ നമ്മൾ ഉയർത്താനായിട്ട് തയ്യാറാകണം. എങ്ങനെ നമുക്ക് ഹൈ വൈബ്രേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും? അതിന് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മളൊരു ലക്ഷ്യം നേടണം, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു അകാരണമായ ഭയം ഒക്കെ നമുക്ക് കാണും. ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ വൈബ്രേഷൻ ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴൊക്കെ നമുക്ക് സംശയങ്ങൾ വരുന്നോ ആ ഒരു സിറ്റുവേഷനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നെ കൊണ്ട് സാധിക്കുമെന്നും ഇത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞ് നമ്മളെ തന്നെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൈകളിൽ എത്തിയത് നമ്മളുടെ ഭാവനയിൽ കാണുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു കാര്യം നമ്മൾ നേടണം, നല്ല ഒരു ജോലി അല്ലെ ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ഒരു സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുന്നത് തന്നെ, ആ അവസ്ഥയിൽ ജീവിക്കുന്നത് നമ്മളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വിഷ്വലൈസ് ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വർക്ക് ചെയ്യാനായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഗോള് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈസി ആക്കാനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഇന്റൻഷൻ. നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം എങ്ങനെ മുമ്പോട്ട് പോകണം, എന്തായിരിക്കണം എന്റെ ലക്ഷ്യമെന്ന്. പലപ്പോഴും ഗോൾ ലൈഫിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊക്കെ ആകെ കൺഫ്യൂഷനാണ്. ഏത് ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം, ഇതിൽ ഏതാണ് സെറ്റ് ചെയ്യേണ്ടത്? അല്ലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരേ ഒരു ലക്ഷ്യം, അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നേറുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം നേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഉടനെ ആ ഇൻസ്റ്റന്റ് ആയിട്ട് ആ സാധനം നമ്മളിലേക്ക് എത്തുകയല്ലേ. അല്ലെ, നമുക്കറിയാം നമ്മൾ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തകർന്നാണ് പുറകോട്ടാണ്
ലക്ഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള ആത്മവിശ്വാസം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പേഷ്യൻസ് വേണം, ട്രസ്റ്റ് വേണം. ഡൗട്ടോട് കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ കിട്ടുമോ അല്ലെ നടക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്തിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസത്തോടെ എനിക്ക് നടക്കുന്ന കാര്യമാണ് അല്ലെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം ക്ഷമ. ഓരോ കാര്യവും നടക്കേണ്ട സമയത്തും കിട്ടേണ്ട സമയത്തുമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആയാലും നമുക്കൊരു കാര്യം ഏറ്റവും അനുയോജ്യമായ സമയത്താണ് നമ്മളിലേക്ക് കൊണ്ടുവന്നെത്തി തരുന്നത്. അതിൽ തന്നെ അത് ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ആകാം, ചില സാഹചര്യങ്ങളിലൂടെ ആകാം, ചില ഒബ്ജക്റ്റിലൂടെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും യൂണിവേഴ്സ് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ആ ഗോളിനെ മനസ്സിൽ വെക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം യൂണിവേഴ്സിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.